നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്തെ കൂട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. വിഷമുള്ളിൽ ചെന്ന് ചികിത്സയിലിരിക്കെ മരിച്ച 4 അംഗ കുടുംബത്തിന്റെ മരണകാരണം എന്താണ്? അത് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ജില്ലാ പോലീസ് അന്വേഷണം തുടങ്ങി. ചാണ്ടി ഉമ്മൻ MLAയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പരാതി ഉണ്ടായി. അതായത് ഈ വിഷയം വേണ്ട രീതിയിൽ അന്വേഷിക്കണമെന്നൊരു പരാതി അവരിൽ നിന്നുമുണ്ടായി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മഹത്യ കുറിപ്പിൽ ഒരാളുടെ പേര് രേഖപ്പെടുത്തിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളാണ് ജീവൻ ഒടുക്കിയതിന്റെ കാരണമെന്നും പോലീസിന് സൂചന കിട്ടിയിരിക്കുകയാണ്. മറ്റപ്പള്ളി ചിറപ്പുറത്ത് തോമസ് എബ്രഹാം 50 വയസ്സ്, ഭാര്യ ജോസ്ന തോമസ് 43 വയസ്സ്, മക്കളായ മരിയ തെരേസ തോമസ് 17 വയസ്സ്, അലൻ തോമസ് 12 വയസ്സ് എന്നിവരാണ് മരിച്ചത്. 13-ാം തീയതി രാത്രി 7 മണിക്കാണ് വിഷമുള്ളിൽ ചെന്ന് അവശ്യ നിലയിൽ വീട്ടിൽ ഇവരെ കണ്ടെത്തുന്നത്. ചികിത്സയിലിരിക്കെ ജോസ്നയും മകൾ മരിയയും ശനിയാഴ്ച മരിച്ചു. തോമസ് ഞായറാഴ്ചയും അലൻ ചൊവ്വാഴ്ചയുമാണ് മരിച്ചത്. അതേസമയം സംഭവത്തിൽ ദുരൂഹത മാറ്റണമെന്നാവശ്യമാണ് ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതി ADGPക്ക് കൈമാറിയെന്ന വിവരം കിട്ടിയെന്നും MLA വ്യക്തമാക്കി. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണം. ആത്മഹത്യക്ക് സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ കാരണമായിട്ടുണ്ടെന്ന സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരണ വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ചേപ്പുംപാറ മാർത്താ മറിയം ദേവാലയത്തിൽ പൊതുദർശനവും പള്ളി ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അലനും മരിയ തെരേസയും മറ്റക്കര NSS ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. സംഭവം എന്നാലും പോലീസ് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. അയർക്കുന്നം പോലീസ് സ്റ്റേഷനിലെ തന്നെ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇവരുടെ മരണമൊഴി ജഡ്ജി രേഖപ്പെടുത്തിയിരുന്നു. ജോബി, ജോസ്ന, മൂത്ത മകൾ മരിയ തെരേസ തോമസ് എന്നിവരുടെ മരണമൊഴിയാണ് ജഡ്ജി രേഖപ്പെടുത്തിയത്. എന്നാൽ 3 നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. വിഷം എങ്ങനെ ഉള്ളിൽ ചെന്നു എന്നത് സംബന്ധിച്ച് 3 പേര് 3 തരത്തിലാണ് മരണമൊഴി നൽകിയത്. അതേസമയം ഇളയ മകൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. മകന്റെ മൊഴിയെടുക്കാൻ സാധിച്ചില്ല. പോലീസ് ശ്രമിച്ചതാണ്, പക്ഷെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഡോക്ടർമാർ ഇളയ മകന്റെ മൊഴിയെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. ജോസ്ന ജോലി ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളാണ് ആത്മഹത്യക്ക് കാരണമായി എന്നതാണ് കരുതുന്നത്. ഇവർ എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥാപന മേധാവിയായ യുവതിയെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. സ്ഥാപനത്തിന് വരുത്തിയ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതാണ് തന്നോടുള്ള എതിർപ്പിന് കാരണമെന്നാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം ചിട്ടിയുടെയും മറ്റും പേരിലായി ജോസ്ന പണം വാങ്ങിയെന്ന കൂടുതൽ പരാതികൾ പോലീസിന് കിട്ടിയെന്നാണ് വിവരം. സാമ്പത്തിക ആരോപണം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ ഫോൺ വിളി രേഖകളും പരിശോധിച്ചേക്കും. മാത്രമല്ല കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. മരിച്ച ജോസ്നയുടെ കൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിലെ മറ്റപ്പള്ളി ശാഖയിലെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. മറ്റ് സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബത്തിനേറെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവ ദിവസം കുടുംബം അസ്വസ്ഥരായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നായിരുന്നു 4 അംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 4 പേരെ വീട്ടിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് കീടനാശിനിയാണ് ഇവർ കഴിച്ചതെന്ന് കണ്ടെത്തിയത്. കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നതായാണ് പോലീസും ഇവരോട് അടുപ്പമുള്ളവരും പറയുന്നത്. തോമസിന് ചിട്ടി സ്ഥാപനം ഉണ്ടായിരുന്നുവെന്നും പലർക്കും പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും പറയപ്പെടുന്നു. സഹകരണ ബാങ്കിലും ബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ജോസ്നയുടെയും മരിയ തെരേസയുടെയും മരണത്തിൽ സ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പോലീസ് ഫോറൻസിക് സംഘം അടക്കമുള്ളവർ വീട്ടിൽ പരിശോധന നടത്തി. എന്തായാലും എന്താണ് മരണത്തിലേക്ക് നയിച്ചത്, അതിന് പിന്നിലുള്ള കാരണക്കാർ എന്നതൊക്കെ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തും. അതേസമയം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കോട്ടയം സ്വദേശിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെത്തി. 43 വയസ്സുകാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. രാത്രി 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം. അതിനുവേണ്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അനീഷിന്റെ ഭാര്യ സംഗീത, ഭാര്യ സഹോദരൻ സനൽ, അനീഷിന്റെ സഹോദരൻ ബിനീഷ് മോഹൻ എന്നിവർ കഴിഞ്ഞ ദിവസം സിക്കിമിലെ അപകട സ്ഥലത്തെത്തിയിരുന്നു. കാലാവസ്ഥ മോശമായതും സിഗ്നലിന്റെ ഉൾപ്പെടെ പ്രശ്നമുള്ളതും കാരണം തിരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു. NHPCയിൽ സീനിയർ മാനേജറായിരുന്ന ജിയോളജിസ്റ്റായ അനീഷ് മോഹൻ 16 വർഷമായി NHPCയിൽ ഉദ്യോഗസ്ഥനാണ്. കുടുംബസമേത ഹരിയാനയിലായിരുന്ന അനീഷിന് 7 മാസം മുൻപാണ് സിക്കിം യൂണിറ്റ് മാനേജറായി സ്ഥലം മാറ്റം കിട്ടിയത്. ഇതോടെ ഭാര്യയും മക്കളും നാട്ടിലേക്ക് വന്നു. പാമ്പാടി വെള്ളൂർ പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ കുടുംബാംഗമാണ് അനീഷ്. ശാസ്ത്രലേഖകനും ബ്ലോഗറുമായ അനീഷ് 2001,
2004 നാട്ടകം ഗവൺമെന്റ് കോളേജിൽ നിന്ന് BSc ജിയോളജി പഠനം പൂർത്തിയാക്കി. 2011 ഹരിയാനയിലെ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. പിന്നീട് NHPCയിൽ ജോലി നേടി. 2026 മുതൽ സിക്കിമിൽ സീനിയർ മാനേജറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. സിക്കിമിൽ നിർമ്മാണത്തിലുണ്ടായിരുന്ന തുരങ്കത്തിൽ ഉണ്ടായ വൻ മണ്ണിടിച്ചിലാണ് മലയാളിക്ക് കൂടി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ഈ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി നിന്നത് മീഥേൻ വാതകത്തിന്റെ ചോർച്ചയാണ്. ഭൂമിക്കടിയിൽ പാറ തുരക്കുന്നതിനിടെ മീഥേൻ വാതക ചോർച്ച മൂലമുണ്ടായ സ്ഫോടനമാണ് തുരങ്കം തകരാൻ കാരണമായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മണ്ണിടിഞ്ഞു വീണ് തുരങ്കത്തിന്റെ വാതിൽ അടഞ്ഞു. മീഥേന്റെ അളവ് അപകടകരമായ രീതിയിൽ ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ വെല്ലുവിളി സൃഷ്ടിച്ചു. ആദ്യം തുരങ്കത്തിൽ പ്രവേശിച്ച രക്ഷാപ്രവർത്തകർക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു. തുരങ്കത്തിലെ സമീപത്ത് മീഥേൻ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയവയുടെ സാന്നിധ്യമുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അപകട സമയത്ത് അനീഷ് മോഹനും മറ്റു ഉദ്യോഗസ്ഥരും അടക്കം 25 പേരാണ് തുരങ്കത്തിലുണ്ടായിരുന്നത്. തെക്കൻ സിക്കിമിലെ സമർഡൂങ്ങിൽ ടീസ്റ്റ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി NHPC നിർമ്മിക്കുന്ന തുരങ്കമാണ് തകർന്നത്. അണക്കെട്ടിൽ നിന്ന് വൈദ്യുതോൽപാദനത്തിനായി വെള്ളം എത്തിക്കാൻ മലകൾ തുരന്ന് നിർമ്മിക്കുന്ന കൂറ്റൻ തുരങ്കമാണിത്. അനീഷിന്റെ കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു. ഡൽഹിയിലെത്തിയ അനീഷിന്റെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ അധികൃതർ വിമാനമാർഗമാണ് സിക്കിമിൽ എത്തിച്ചത്. ഹരിയാനയിലായിരുന്ന അനീഷിന് 7 മാസം മുൻപാണ് സിക്കിം യൂണിറ്റ് മാനേജറായി സ്ഥലമാറ്റം കിട്ടിയത്. ഹരിയാനയിൽ കുടുംബസമേതമായിരുന്നു അനീഷ് താമസിച്ചിരുന്നത്. അനീഷിന്റെ സ്ഥലമാറ്റം കിട്ടിയതിനെ തുടർന്ന് ഭാര്യയും മക്കളും നാട്ടിലേക്ക് വരികയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 20 പേരുടെ മൃതദേഹങ്ങൾ ആദ്യം കിട്ടിയിരുന്നു. പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, അസം, ഉത്തരാഖണ്ഡ് സ്വദേശികളാണ് മരണപ്പെട്ടത്. ഇതിൽ മലയാളിയായ അനീഷ് അടക്കം 5 പേരെയാണ് കാണാതായത്. ഇതിൽ അനീഷിന്റെ മൃതദേഹവും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.